ഇന്ന് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അതിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ, ഒരു മുത്തശ്ശനും മോളും നിൽക്കുന്ന പിക്ചറാണ് തന്നിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശം നിറയെ കഥകളാണ്. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? ഇത് ശരിയാണോ എന്നാണ് നിങ്ങളോട് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകാശത്തെക്കുറിച്ച് പല കഥകളും നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ പല കഥകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ശരിയാണോ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പണ്ട് മുതലേ മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു ആകാശത്തിലെ കാഴ്ചകൾ, ഇല്ലേ? നിങ്ങൾക്കും അത്ഭുതമല്ലേ? നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളാണ് ആകാശത്ത് നടക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാൻ പറ്റാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം വിശദീകരിക്കാനാവാത്ത കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലേ? അപ്പോൾ അതുപോലാണ് ഇത്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്ര കൂട്ടം തന്നിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം അവിടെ സങ്കല്പിക്കാൻ പറ്റും. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുള്ള ഒരു കഥ ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടവും അറിയപ്പെടുന്നത്. നമുക്ക് ആകാശത്തൊരു പ്രത്യേക ഷേപ്പിൽ ചിലപ്പോൾ നക്ഷത്രങ്ങളെയൊക്കെ കാണാറില്ലേ? അതുപോലെ ഈ കാണുന്ന നക്ഷത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് പോലാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അത് ഗ്രീക്കുകാരുടെ വിശ്വാസം എന്താണ്? അത് അവരുടെ രാജകുമാരിയാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ആൻഡ്രോമിയ എന്നാണ് ആ രാജകുമാരിയുടെ പേര്. ആൻഡ്രോമിയയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം, എളുപ്പം. ആൻഡ്രോമിയയുടെ കഥ: എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. എന്താണ് കാസിയോപ്പിയ എന്ന് പറയുന്നത്? നമ്മുടെ ആൻഡ്രോമിഡ രാജകുമാരിയുടെ അമ്മയായിരുന്നു. അമ്മ തൻ്റെ മോള് അതീവ സുന്ദരിയായിരുന്നെന്ന് അഹങ്കരിച്ചിരുന്നു. ആ കാസിയോപ്പിയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി പോസിഡോൺ എന്ന് പറയുന്നൊരു ദേവന് എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പേഴ്സ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ആൻഡ്രോമിഡയുടെ കഥ. അപ്പോൾ ഇത് നക്ഷത്രക്കൂട്ടങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട്. യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോഴും ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകാശ നിരീക്ഷണമാണ്. ഇപ്പം നോക്കിയാൽ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? കുറച്ച് നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷേപ്പ് കിട്ടും. എല്ലാവർക്കും ഒരേ ഷേപ്പാണോ കിട്ടിയത്? ചില രൂപങ്ങൾ സങ്കല്പിച്ചും അതാത് പ്രദേശത്തെ ഐതിഹ്യ കഥാപാത്രങ്ങൾ പേരുകൾ നൽകി നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കി. വരൾച്ച, മഴ, നദി, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ചാരികളെ ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്താണ് ആകാശം? അതാണ് നമ്മുടെ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്ത്. ഇപ്പം പക്ഷികൾ പറയുന്നതാണ്. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളുടെയും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ബഹിരാകാശത്താണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഇപ്പം എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് നോക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം.
ഇപ്പം നോക്കിയാൽ ഇവിടെ രണ്ട് മൂന്ന് പിക്ചറുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആൽഫ സെന്റോറി എ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെന്റോറി എയുടെ സ്ഥാനം. അതുപോലെ തന്നെ സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. പിന്നെ ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. അതുപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ്, അല്ല ഭൂമി എത്ര ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്, എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ്? 3.84 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ നമുക്ക് ചില നക്ഷത്രങ്ങളെയൊക്കെ ഇനി ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മൾ കുറേ പിക്ചറുകളൊക്കെ നോക്കി നമുക്ക് ഇനിയിപ്പം ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ വേട്ടക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓറിയോൺ എന്നാണ് ഈ കാണുന്ന വേട്ടക്കാരൻ നക്ഷത്രത്തിൻ്റെ ശരിക്കും പേര്, ഓറിയോൺ. അത് ഗ്രീക്കുകാർ കൊടുത്തിരിക്കുന്ന പേരാണ്. ഇനി അടുത്തത് സപ്തർഷികൾ. ഇതാണ്ട് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിക്കുകയും ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യൻ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പം സപ്തർഷികൾ തന്നെയാണ് ബിഗ് ഡിപ്പർ എന്നും അറിയപ്പെടുന്നത്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക്